മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനികളെ കണ്ടെത്തി. മുംബൈ ലോനാവാലയിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. മുംബൈ ചെന്നൈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടികളെ പുലർച്ചെ 1:45-നാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിർണായകമായത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, നമ്മളിപ്പോ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കുമ്പോൾ ഒന്നും നല്ലത് പറയാനില്ല. എന്തായാലും ഇന്ന് അങ്ങനെയല്ല. ഈ 2 കുട്ടികളും വളരെ സുരക്ഷിതരായി തന്നെ പൂനെയിലുണ്ട് എന്നത് അത്രയേറെ ആശ്വാസകരമായ വാർത്തയാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ചും എങ്ങനെയാണ് ഇവരെ കണ്ടെത്തുന്നത്? ഈ ഫോൺ ലൊക്കേഷൻ എന്നത് എത്രത്തോളം ഈ അന്വേഷണത്തിൽ നിർണായകമായി? ഗുഡ് മോർണിംഗ് ശ്രീജ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുട്ടികൾ സുരക്ഷിതരാണ് എന്നുള്ളത് തന്നെയാണ് ആദ്യം പങ്കുവെക്കാനുള്ളത്. ഇന്നലെ മുതൽ ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഇവരുടെ എവിടെയാണ് ഇവർ എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും അന്വേഷണം നടന്നത്. ഇന്നലെ രാത്രി ഇവരുടെ മൊബൈൽ ഫോണിൽ ഇവർ പുതിയ സിം ഇട്ടപ്പോൾ അത് കൃത്യമായിട്ട് പോലീസിന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അവിടെ മുതലാണ് കൃത്യമായിട്ട് ഇവരെ പോലീസിന് നിരീക്ഷിക്കാൻ സാധിച്ചത്. തുടർന്ന് ഇവർ ഇന്നലെ മുംബൈയിൽ നിന്നും ചെന്നൈ എഗ്മോറിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായും കണ്ടെത്തി. ഈ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ വെച്ചാണ് ഇവരെ പോലീസ് തിരിച്ചറിയുന്നതും തുടർന്ന് മലയാള സമാജം പ്രവർത്തകരുടെയും മഹാരാഷ്ട്ര പോലീസിന്റെയൊക്കെ പിന്തുണയോടെ അവരെ കണ്ടെത്തുകയും ചെയ്തത്. നിലവിൽ ഇവരുള്ളത് ഇപ്പോൾ പൂനെയിലാണുള്ളത്. നമ്മളിപ്പോൾ രാവിലെ താനൂർ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. താനൂരിൽ നിന്നുള്ള സംഘം പുലർച്ചെ തന്നെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ നെടുമ്പാശ്ശേരിയിൽ നിന്നും മുംബൈയിൽ നിന്നും തുടർന്ന് റോഡ് മാർഗം ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തും. ഏതാണ്ട് ഉച്ച കഴിയും നമ്മുടെ പോലീസ് അവിടേക്ക് എത്താൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും അവർ തിരിച്ച് എപ്പോൾ എന്നുള്ള കാര്യം വ്യക്തമാക്കുക. ഒരുപക്ഷെ തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ റഫീഖ് നോർക്ക ഡെവലപ്മെന്റ് ഓഫീസറാണ്. അദ്ദേഹം മുംബൈയിലെ ടെലിഫോൺ ലൈനിലുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഏറ്റവും സമാധാനകരമായ ഒരു വാർത്തയോടെയാണ് ഇന്നത്തെ ദിവസം പുലരുന്നത്. ഇപ്പം ഈ 2 കുട്ടികളും സുരക്ഷിതരായിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ? എന്താണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇപ്പോഴുള്ളത് പൂനെ RPFന്റെ, അതായത് സ്റ്റേറ്റ് പോലീസിന്റെ RPFന്റെ റെയിൽവേ പോലീസിന്റെ ഓഫീസിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങളൊരു 3 മണിയോടുകൂടി കുട്ടികളുടെ ഈ ചെന്നൈ എഗ്മോർ വണ്ടിയിലാണ് കുട്ടികളെ പൂനെയിലോട്ട് RPF എത്തിച്ചത്. ഇവിടെ അപ്പോഴത്തേക്ക് ഞങ്ങളൊരു 4 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തി കുട്ടികളെ കണ്ട് സംസാരിച്ചിരുന്നു. അവര് സേഫാണ്. അവരെ വേറെ ബുദ്ധിമുട്ടൊന്നും അവർ പറഞ്ഞിരുന്നില്ല. എന്തോ ഒരു മറ്റു കാര്യങ്ങളൊന്നും നമ്മള് വിശദീകരിക്കാനോ മറ്റൊന്നും പോയില്ല. അവരുടെ മലയാളി സമാജം പ്രവർത്തകർ ഞങ്ങൾ വരുമ്പം തന്നെ പൂനെയിൽ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഞാൻ ഇവിടുത്തെ സമാജം പ്രവർത്തകരെ വിളിച്ചിരുന്നു. അവര് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് RPFന്റെ ഓഫീസിൽ എത്തുമ്പോഴത്തേക്കിന് അവരൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ അവരിവിടെ ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാനും മറ്റും അവര് മുന്നിട്ട് നിന്നു. നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ നല്ല സഹകരണമാണ് ഇവിടെ മഹാരാഷ്ട്ര പോലീസിന്റെയും RPFന്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മലയാളി സമാജം പ്രവർത്തകർ, അതായത് ഈ ബോംബെയിലുണ്ട് എന്ന് അറിഞ്ഞത് മുതൽ, ബോംബെയിലാണ് എന്ന് ലൊക്കേഷൻ കാണിച്ചത് മുതൽ നമ്മുടെ ഈ മലയാളി കൂട്ടായ്മകൾ വളരെ ശ്രദ്ധാപൂർവം എല്ലാ പരിശ്രമങ്ങളും നടത്തിയിരുന്നു കണ്ടെത്താനുള്ള. അങ്ങനെയാണ് CST-യിൽ ഞങ്ങൾ ഉച്ച മുതൽ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികൾ അവിടെ നിന്ന് പോയി ലൊക്കേഷൻ മാറിയപ്പോഴത്തേക്ക് പിന്നെ പൻവേൽ വരുമെന്ന് പറഞ്ഞു. പൻവേലിലെത്തി. പൻവേലിൽ നിന്നാണ് പിന്നെ അവിടെ ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്നത് 11:30 അവിടെ നിന്ന് ഒരു ട്രെയിൻ കയറി ലൊക്കേഷൻ മൂവായി. അങ്ങനെയാണ് നമ്മുടെ കേരള പോലീസ് അറിയിച്ചത്. അപ്പൊ അത്തരത്തില് ഇവിടുത്തെ നമ്മുടെ മലയാളി അസോസിയേഷൻ പ്രവർത്തകര് ഒരു നീക്കം നടത്തി. പിന്നീടാണ് അറിയുന്നത് ഒരു ലൊക്കേഷൻ അത് കല്യാൺ വരെ വന്നിട്ട് മറ്റു ലൊക്കേഷനിലോട്ട് അകന്നു പോകുന്നത് കണ്ടത്. അങ്ങനെയാണ് ചെന്നൈ എഗ്മോർ വണ്ടിയിൽ ഉണ്ടെന്ന് മനസ്സിലായത്. അതങ്ങനെ RPFനെ ബന്ധപ്പെട്ട് RPF അത് കുട്ടികളെ ലോണാവാലയിൽ വെച്ച് അവരുടെ RPFന്റെ കസ്റ്റഡിയിലായി. പിന്നെ അത് അവിടെ റെയിൽവേ പോലീസിന്റെ മാർഗങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അവരെ പൂനെയിലാണ് അവർ ഇറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പൂനെയിൽ എത്തിയത്. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് കുട്ടികളെ കണ്ട് സംസാരിച്ചതിന് ശേഷം അവരെ മെഡിക്കലിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. അപ്പം അത് ഏകദേശം ഒരു 4:30 മണിയോടുകൂടി ഞങ്ങളിവിടെ എത്തി. അത് കഴിഞ്ഞ് ഒരു 5:30 മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരെ ഒരു കെയർ ഹോമിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ കേരള പോലീസ് അവിടെ 6 മണിക്കുള്ള ഫ്ലൈറ്റിൽ 8 മണിയോടുകൂടി
എയർപോർട്ടിൽ മുംബൈയിലെത്തും. മുംബൈയിൽ നിന്ന് റോഡ് മാർഗം അല്ലെങ്കിൽ ട്രെയിൻ മാർഗം പൂനെയിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നടപടിക്രമങ്ങളുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ കേരള പോലീസിന് കൈമാറുന്നതായിരിക്കും. അങ്ങനെ ഒരു സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. തീർച്ചയായിട്ടും മൊത്തത്തിലുള്ള പരിശ്രമം മാധ്യമപ്രവർത്തകരുടെയും മറ്റ് പോലീസിന്റെയും RPFന്റെയും പ്രത്യേകിച്ച് പറയേണ്ടത് മുംബൈയിലെ മലയാളി സമാജം, മലയാളി അസോസിയേഷൻ പ്രവർത്തകരെ എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ശുഭവാർത്തയ്ക്ക് കാരണമായി എന്നുള്ളതിൽ സന്തോഷം. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. കൂടുതൽ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ താങ്കളുടെ ഫോണിൽ ചാർജ് കുറവാണ് എന്നൊരു അറിയിപ്പ് എനിക്ക് നേരത്തെ കിട്ടിയതുകൊണ്ട് ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ മലയാളി സമാജം പ്രവർത്തകരെയും ഞങ്ങൾ ഇവിടെ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ മലയാളികളുടെയും സന്തോഷവും നന്ദിയും അഭിനന്ദനവും അറിയിക്കുക. കാരണം നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും മലയാളി എന്ന വികാരം ഒന്നാണെന്ന് തോന്നുന്ന സമയങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്നാണിത്. മുൻപ് ഇതുപോലെ ഒരു കുട്ടി ട്രെയിൻ കയറിപ്പോയപ്പോഴും അതേ ഇടപെട്ടതും അന്ന് അവരെ സുരക്ഷിതമായ കുട്ടിയെ എത്തിക്കാൻ സഹായിച്ചതും മലയാളി സമാജം പ്രവർത്തകരായിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ നിങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് നമ്മളൊരു കൂട്ടായ്മ എന്നതിനപ്പുറത്ത് പരസ്പരം ഒരാവശ്യം വരുമ്പോൾ നമ്മളുണ്ട് എന്ന് ഈ ഒരു ഫീൽ തന്നെയാണ് ഏറ്റവും വലുത്. താങ്ക് യു സോ മച്ച് സർ ഞങ്ങളോട് സംസാരിച്ചത്. താങ്ക് യു. അനുമോദി